ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കുറേ കാലമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് വലിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞങ്ങളിന്ന് സ്ട്രോബെറി പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാം ഹൗസിലേക്ക് പോവുകയാണ്. അതായത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അതിപ്പോൾ സ്റ്റോക്ക്ഹോം സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ വഴി ഉപ്സാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകും. ഉപ്സാല അറിയാലോ, അവിടെ മെയിൻ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്, ഉപ്സാല യൂണിവേഴ്സിറ്റി എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഉപ്സാലയിലേക്കാണ് പോകുന്നത്. ഉപ്സാലയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന അഗ്രികൾച്ചറൽ ഏരിയയാണ്. മെയിൻലി സ്വീഡനിൽ വീറ്റ്, ബാർലി, ഓട്സ് ഇവയൊക്കെയാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അഗ്രികൾച്ചറൽ ഏരിയയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ പാടം പോലെയുള്ള സെറ്റപ്പാണ്. നല്ല രസമാണ് കാണാൻ. ട്രെയിൻ യാത്ര ഉൾനാടൻ സ്വീഡനിലേക്ക് പോകുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര പ്രകൃതി ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും. വളരെ മനോഹരം കാണുന്നത്. അതേപോലെ തന്നെ ഈ ഉപ്സാലയിൽ ഡയറി ഫാംസും ഒരുപാടുണ്ട്. പിന്നെ ഇപ്പം നിങ്ങൾ കാണുന്നത് ഉപ്സാലയിൽ ഞങ്ങൾ ഇറങ്ങി. ആ ഉപ്സാലയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ബസ് വഴിയാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോവുക, ഈ ഫാം ഹൗസിലേക്ക് നമ്മൾ പോകേണ്ടത്. ഇവിടുന്ന് ഉപ്സാലയിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ, 5-6 ഒരു 10 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഉപ്സാലയിലും സ്റ്റോക്ക്ഹോമിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഭാഗമാണിത്. ഇത് ഫുൾ അഗ്രികൾച്ചറൽ ഏരിയ ആണ്. എനിക്ക് തോന്നുന്നത് ഓട്സും ബാർലിയും ഒക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ കാണുന്നത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ. നമ്മളെ നാട്ടിലൊരു വില്ലേജ് സെറ്റപ്പ്, പക്കാ ഒരു വില്ലേജ് സെറ്റപ്പാണ്. ബട്ട് റോഡും കാര്യങ്ങളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അവിടേക്ക് ഒരു സ്പെഷ്യൽ റൂട്ട് തന്നെ ബസ് സർവീസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഫാം ഹൗസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും എപ്പോഴും. അതേപോലെ തന്നെ നമ്മളെ കൂടെ ഈ പ്രാവശ്യം കുറച്ച് ശ്രീലങ്കൻസും ഉണ്ട്, ഇന്ത്യൻസും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഫാം ഹൗസിൻ്റെ മുന്നിലേക്ക് എത്തി. അവിടെ ഒരു നല്ലൊരു ഹോട്ടൽ സെറ്റപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ഹോട്ടലിൽ നമുക്ക് എന്താണ് ഫുഡ് വേണ്ടത് നമുക്ക് അവിടെ പോയിട്ട് ഓർഡർ ചെയ്യാം. സെയിം ടൈം നിങ്ങൾക്ക് ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഡ്രിങ്ക്സ്, വൈൻ, അതേപോലെ തന്നെ ബിയർ എല്ലാം അവൈലബിൾ ആണ് അവിടെ. ഇത് അതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. കണ്ടില്ലേ, ഒരു റിവറൊക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിവർ ഉണ്ട് അതിൻ്റെ ചുറ്റിലും. അവിടെ കുറേ പേര് വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഫുൾ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടക്കണം. മുന്നോട്ട് നടന്നു കഴിഞ്ഞാലാണ് ഫാം ഹൗസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വലിയൊരു ഏരിയ ആണ്. ഒരുപാട് ബ്ലൂബെറീസും അതേപോലെ തന്നെ സ്ട്രോബെറീസും ഇവിടെ പ്രൊഡക്ഷൻ എടുക്കുന്നുണ്ട്. മെയിൻലി അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ ഫ്രൂട്ട് പിക്കിംഗ് ആണ്. അതായത് സ്ട്രോബെറി പിക്കിങ്ങും ബ്ലൂബെറി പിക്കിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 125-135 ക്രോൺസ് നമ്മൾ കൊടുക്കണം. ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പി 1300-1500 റുപ്പീസിൻ്റെ അടുത്ത് എൻട്രി നമുക്ക് കൊടുക്കണം. ആ എൻട്രി ടിക്കറ്റ് നമ്മൾ എടുത്താലും നമുക്കൊരു പെർമിറ്റഡ് സ്ട്രോബെറി നമുക്ക് അവർ തരും. അതല്ല, ആ എൻട്രി ടിക്കറ്റിൽ തന്നെ. പിന്നെ അഡീഷണൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം, അതിനുള്ള പേയ്മെൻറ്റ് കൂടെ ഇവിടെ കൊടുക്കണം. അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ്. അപ്പം നമ്മളൊരു 7 പേരുണ്ടായിരുന്നു. അപ്പോൾ 7 പേരുണ്ടായിരുന്നു. 7 പേർക്ക് നമ്മൾ ഏകദേശം ഒരു 800 ക്രോൺസിൻ്റെ അടുത്തോളം നമ്മൾ കൊടുത്തു, സ്വീഡിഷ് മണി. അപ്പം അതിന് നമുക്ക് 5 kg to 6 kg വരെയുള്ള സ്ട്രോബെറി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അവിടുന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ. ഇഷ്ടംപോലെ നമ്മൾ അവിടുന്ന് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ലാഭമാക്കാമല്ലോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്ട്രോബെറി പിക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ സ്ട്രോബെറി ഇങ്ങനെ കാണാൻ, തൂക്കി കിടക്കുന്ന കാണാൻ. എത്രയാ സ്ട്രോബെറി എന്നറിയോ. സ്ട്രോബെറിയുടെ ചുറ്റിലും സ്ട്രോബെറിയുടെ ഇടയിലാണ് നമ്മൾ ഈ നാട്ടിൽ ഒരു പാക്കറ്റ് സ്ട്രോബെറി മാത്രമുള്ള സംഭവമല്ലേ കണ്ടിട്ടുള്ളത്. നമുക്കിങ്ങനെ സ്ട്രോബെറി ഇങ്ങനെ വാരി കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. കഴിച്ച് നമ്മൾ ഏകദേശം തീരുമാനമാവുന്ന തോന്നുന്നത് കണ്ടിട്ട്, ലക്ഷണം കണ്ടിട്ട്. അത്രയും സ്ട്രോബെറി ഉണ്ട്. അപ്പം ഇതേപോലത്തെ ഒരു ഒരു 30-40 ഇതേപോലത്തെ ഷെഡുകളുണ്ട് അവിടെ. വൈറ്റ് കളറിൽ ഫുൾ ഹൈഡ്രോപോണിക്സ് എന്താണ് പറയുക, ആ ഒരു സെറ്റപ്പിൽ ഇവർ മേക്ക് ചെയ്യാണ്. ഫെർട്ടിലൈസേഷൻ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. സെയിം ടൈം അതേപോലെ തന്നെ ബീയുടെ ഒരു ഹണി എടുക്കുന്ന ഒരു പ്രൊഡക്ഷൻ്റെ ഒരു ചെറിയൊരു യൂണിറ്റും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വളരെ ഭംഗിയായിട്ട്, വളരെ വൃത്തിയായിട്ട്, വളരെ കാര്യമായിട്ടാണ് ഇവർ കൊണ്ടുനടക്കുന്ന ഈ ഫാം ഹൗസ്. സെയിം ടൈം എല്ലാ ഏരിയയും അവർ തുറന്നു കൊടുത്തിട്ടില്ല. ചില ഏരിയകൾ ക്ലോസ്ഡ് ആണ്. ചില ഏരിയ മാത്രമാണ് നമ്മളെ കടത്തി വിടുന്നത്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് പിക്ക് ചെയ്യാൻ ആവശ്യമുള്ളത് നമുക്ക് അവിടെ നിന്ന് കഴിക്കണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പിക്ക് ചെയ്ത് ഏകദേശം കുറച്ചൊക്കെ
എടുത്തു. അപ്പോൾ ഇതേപോലത്തെ നമ്മളടുത്തൊരു 6-7 ബോക്സ് ഉണ്ട്. അതിൽ ഫുള്ള് നമ്മൾ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഇത് കൊണ്ട് കാണിക്കുമ്പോൾ അവരതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ചുള്ള ഫണ്ട് ഇങ്ങോട്ട് തരേണ്ടതാണെങ്കിൽ ഇങ്ങോട്ട് തരും, അങ്ങോട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സെറ്റാക്കി ഞങ്ങൾ ഏകദേശം റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അത്രയും പിക്ക് ചെയ്തു, ഞങ്ങൾ അത്രയും കഴിച്ചു. ഞങ്ങൾ എല്ലാവരും വയറും ഫുള്ളാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഒരു വാട്ടർഫോളിൻ്റെ സെറ്റപ്പ് ഒക്കെ കണ്ടത്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ളൊരു ഏരിയ. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ കുറച്ച് ഭക്ഷണം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ തന്നെ നമ്മൾ കഴിക്കാമെന്നുള്ള രീതിയിൽ. ഞങ്ങൾ വയറൊക്കെ ഫുള്ളാണ്, ബട്ട് എന്നിരുന്നാലും അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് അതേപോലെ വന്നിട്ടുള്ള. അപ്പം നല്ലൊരു അടിപൊളി ഏരിയ ആണ്. അപ്പം താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.